ഹായ് അനു, നീ ഇംഗ്ലീഷ് അസൈൻമെന്റ് തുടങ്ങിയോ? ഹായ് അനു, ഹാവ് യു സ്റ്റാർട്ടഡ് ദ ഇംഗ്ലീഷ് അസൈൻമെന്റ്? ഹായ് റിയ, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഹായ് റിയ, ഐ ഹാവ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. നിനക്ക് ഏത് വിഷയമാണ് കിട്ടിയത്? വിച്ച് ടോപ്പിക് ഡിഡ് യു ഗെറ്റ്? ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് ഹാബിറ്റ്സ്. എനിക്കും ഈ വിഷയമാണ് കിട്ടിയത്. I also got the same topic. പക്ഷേ എവിടെ തുടങ്ങണമെന്നറിയുന്നില്ല. But I don't know where to start. എഴുതാൻ നിരവധി പോയിന്റുകളുണ്ട്. There are so many points to write. ആദ്യം ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കൂ. First, make an outline. പ്രധാന പോയിന്റുകൾ എഴുതൂ. Write the main points. ശരി, ഞാൻ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തണം? Okay, what should I include in it? വായനയുടെ ഗുണങ്ങൾ, പുസ്തകങ്ങളുടെ തരങ്ങൾ. You can write about the benefits of reading and types of books. നല്ല ആശയം. ഞാൻ വായനയുടെ ഗുണങ്ങളിൽ നിന്ന് തുടങ്ങാം. That's good idea. I'll start with the benefits. അസൈൻമെന്റിന് വേണ്ടി ചില പുതിയ വാക്കുകൾ പഠിക്കണം. I need to learn some new words for the assignment. സ്കൂൾ കഴിഞ്ഞ് ഒന്നിച്ച് പ്രവർത്തിക്കാമോ? How about we work together after school? നമുക്ക് പോയിന്റുകൾ പങ്കുവച്ച് പരസ്പരം പരിശോധിക്കാം. We can share points and check each other's work. അത് വളരെ എളുപ്പമാകും. It will be easier. നമുക്ക് എപ്പോൾ കാണാൻ പറ്റും? When shall we meet? സ്കൂൾ കഴിഞ്ഞ് 4 മണിക്ക് ലൈബ്രറിയിൽ. After school at 4 p.m. in the library. ഞാൻ നോട്ട്ബുക്കും പേനയും കൊണ്ടുവരാം. I'll bring notebook and pen. ഇംഗ്ലീഷ് ഡിക്ഷണറി മറക്കരുത്. Don't forget your English dictionary. ടീച്ചർക്ക് നമ്മുടെ അസൈൻമെന്റ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. I hope the teacher will like our assignment. അതെ, നമ്മൾ സൂക്ഷിച്ച് ചെയ്യുവാണെങ്കിൽ അത് മികച്ചതായിരിക്കും. Yes, if we work carefully, it will be excellent. ചില വാക്കുകളുടെ ഉച്ചാരണം പ്രാക്ടീസ് ചെയ്യണം.
I also need to practice pronunciation of some words. നമുക്ക് ഒരുമിച്ച് സെന്റൻസുകൾ ഉറക്കെ വായിക്കാം. Let's read sentences aloud together. എൻ്റെ അസൈൻമെന്റിൽ ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കുമോ? Can you check my assignment for grammar mistakes? തീർച്ചയായും, ഞാൻ സഹായിക്കാം. Of course, I'll help. നമുക്ക് 4 മണിക്ക് ലൈബ്രറിയിൽ കാണാം. Let us meet at 4 p.m. in the library. ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ മറക്കരുത്. Don't forget to bring necessary things. ഞാൻ കൊണ്ടുവരാം. പിന്നെ കാണാം റിയ. I will. See you later, റിയ. ഇതുപോലെ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.